ഇന്ത്യൻ സിവിൽ സർവീസിനെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. 1. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ്. 2. സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ്. 3. സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്താണെന്ന് നോക്കാം. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം: ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS, ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലെങ്കിൽ IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് എന്താണെന്ന് നോക്കാം. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം: ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ് എന്താണെന്ന് നോക്കാം. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിനു കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം: സെയിൽസ് ടാക്സ് ഓഫീസർ.